അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ ദാ കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധിയും ഗാർഗയും പങ്കെടുക്കില്ല. അയോധ്യയിൽ നടക്കുന്നത് RSS BJP പരിപാടിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണത്രേ പങ്കെടുക്കണ്ട എന്ന തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയതെന്ന്. വൈകി വന്ന ബോധോദയം എന്നേ ഞാൻ പറയൂ. എന്തായാലും വൈകിയാലും നല്ല തീരുമാനം അംഗീകരിക്കുന്നു. പക്ഷെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഈ സംശയം ചുമ്മാതൊന്നുമല്ല. അതിനുള്ള ചില കാരണങ്ങൾ ഞാൻ തന്നെ പറയാം. കേട്ടിട്ട് നിങ്ങൾ തന്നെ പറ ഇവരെ എങ്ങനെ വിശ്വസിക്കുമെന്ന്. ഹിന്ദി ഹൃദയഭൂമിയിൽ ആകെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി ഹിമാചലിലെ സുഖ്വിന്ദർ സിംഗ് സുഖു പറഞ്ഞത് വിളിച്ചാലും ഇല്ലെങ്കിലും അയോധ്യയിൽ പോകും, ഉദ്ഘാടന പരിപാടിയിൽ സാന്നിധ്യം അറിയിക്കും എന്നാണ്. കോൺഗ്രസിന്റെ പുതിയ നിലപാട് വന്നിട്ടും അങ്ങേരുടെ അഭിപ്രായം മാറ്റമില്ല. മുഖ്യന്റെ ശിഷ്യനായ കോൺഗ്രസ് മന്ത്രി വിക്രമാദിത്യ സിംഗ് ആവട്ടെ തന്നെ ക്ഷണിച്ചതിൽ RSSന് പ്രത്യേകം നന്ദിയും കടമയും രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ അച്ഛൻ വീർഭദ്ര സിംഗ് ഒരു രാമഭക്തനാണെന്നും അതുകൊണ്ട് അയോധ്യയിൽ തന്റെ സാന്നിധ്യം അറിയിക്കേണ്ടത് തന്റെ കടമയാണ് എന്നൊക്കെയാണ് മന്ത്രി വിക്രമാദിത്യ സിംഗിന്റെ അഭിപ്രായം. മൂന്നാമത്തെ ഉദാഹരണം ദിഗ്വിജയ് സിംഗ് ആണ്. സാധാരണ കാണുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ നടക്കുന്ന രക്തം ശുദ്ധീകരിക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ ദിഗ്വിജയ് സിംഗിന്റെ ഹൃദയത്തിനുള്ളിൽ കുടിയിരിക്കുന്നത് ശ്രീരാമനാണ്. നമ്മുടെ സ്വന്തം പരിപാടി ആയതുകൊണ്ട് തന്നെ അയോധ്യയിലേക്ക് പ്രത്യേക ക്ഷണം തന്നെ ആവശ്യമില്ല എന്നാണ് ദിഗ്വിജയ് സിംഗിന്റെ നിലപാട്. പിന്നെയുള്ള ഉദാഹരണം കമൽനാഥാണ്. പുള്ളിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. രാമക്ഷേത്രം പണി കഴിപ്പിക്കാൻ വെള്ളിക്കട്ടകൾ അയച്ചു കൊടുത്ത മുതലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെമ്പാടും ഹനുമാൻ ക്ഷേത്രം ഉണ്ടാക്കുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന വാഗ്ദാനം. കാവ്യവസ്ത്രമണിഞ്ഞ് പ്രത്യേക ക്ഷേത്ര ദർശനങ്ങൾ, പൂജകൾ, ഇതൊക്കെയായിരുന്നു പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. ഇതൊന്നും പോരാതെയാണ് രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തണമെന്ന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഉത്തരവിട്ടത്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടാണ്. അതിനെ വെല്ലാൻ ആർക്കും കഴിയൂല മക്കളെ. അയോധ്യയിൽ ഒരു രാമക്ഷേത്രം എന്നത് അച്ഛൻ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. ഇങ്ങനെയുള്ളവരെ എങ്ങനെ വിശ്വസിക്കാനാണ്? അവകാശ തർക്കത്തെ തുടർന്ന് പൂട്ടിക്കിടന്ന ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. അതുവരെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഹിന്ദു ആരാധന നടന്നെടുത്ത് പുതിയ ഉത്തരവോടെ വർഷം മുഴുവൻ ഹിന്ദു ആരാധനയ്ക്കായി പള്ളി കൊടുക്കുകയും പ്രസ്തുത പള്ളിക്ക് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ സ്വഭാവമാക്കി കൊടുത്തതും ഇതേ രാജീവ് ഗാന്ധി തന്നെ. പള്ളി പൊളിക്കാൻ പരിശീലനം നേടിക്കൊടുത്ത കർസേവകർ ഉറഞ്ഞു തുള്ളി വന്നപ്പോൾ സൈന്യത്തെയും പോലീസിനെയും നിർത്തി സല്യൂട്ട് കൊടുക്കുകയല്ലേ കോൺഗ്രസ് ചെയ്തത്? ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ 18 ഭാഷയിൽ സംസാരിക്കാൻ അറിയുന്നവനെന്ന് കോൺഗ്രസുകാർ വീമ്പ് പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരസിംഹറാവു അതേതെങ്കിലും ഒരു ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായി ഇതുവരെ കേട്ടിട്ടുമില്ല. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റുമോ? വസ്തുതയും കോൺഗ്രസിന്റെ പാരമ്പര്യവും ഇതായിരിക്കെ കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് കേട്ട് ഇവരെ എങ്ങനെ വിശ്വസിക്കും?